പ്രായമേറിയാലും തളരാത്ത പുഷ്ടി. ഈ ലോകം എപ്പോഴും പുതുമയെയും വേഗതയുമാണ് ആഘോഷിക്കുന്നത്. വാർദ്ധക്യം പലപ്പോഴും നിഷ്ക്രിയത്വത്തിൻ്റെയും ഒതുങ്ങിപ്പോകലിൻ്റെയും ഒരു കാലമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ സങ്കീർത്തനം 92:14 ഈ ധാരണയെ പൂർണ്ണമായി തിരുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിലെ യഥാർത്ഥ ചിത്രം ഇവിടെ വരച്ചു കാണിക്കുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ച് പച്ച പിടിച്ചുമിരിക്കും. നമ്മുടെ ഭൗതികമായ ശക്തി കുറയുമ്പോൾ പോലും ആത്മീക ജീവിതത്തിൽ എങ്ങനെ അതിശക്തരായി നിലനിൽക്കാമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കുക എന്നത് മനുഷ്യൻ്റെ സ്വന്തം ബലത്തിലോ ഊർജ്ജസ്വലതയിലോ നടക്കുന്ന ഒരു കാര്യമല്ല. ഇത് ദൈവകൃപയുടെയും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൻ്റെയും ഫലമാണ്. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. എന്നിൽ വസിക്കുന്നവർ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ സങ്കീർത്തനത്തിൽ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കുന്നുവെന്ന വാക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവിലുള്ള ആത്മാവിൻ്റെ ഫലത്തെ കാണിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. പ്രായമാകും തോറും ഈ ഫലങ്ങളാണ് കൂടുതൽ പക്വതയുള്ളതും മാധുര്യവുമായി മാറുന്നത്. പുറമെയുള്ള ശക്തി കുറഞ്ഞാലും ആന്തരികമായ ശക്തിയിലും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും നാം വളരുന്നു. ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം പ്രായത്തിൻ്റെ അതിർവരമ്പുകളെ ഭേദിച്ച് മറ്റുള്ളവർക്ക് പ്രത്യാശയും പ്രോത്സാഹനവും നൽകുന്ന ഒന്നായി മാറുന്നു. നാം കാലം കഴിയുന്തോറും അപ്രസക്തരായി തീരുമെന്ന് ഭയപ്പെടരുത്. നാം എവിടെയായിരുന്നാലും ഏത് പ്രായത്തിലായിരുന്നാലും ക്രിസ്തുവിലുള്ള നമ്മുടെ ദൗത്യം പൂർണ്ണമാകും വരെ നമ്മൾ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും അനുഭവങ്ങളും മറ്റുള്ളവർക്ക് ജ്ഞാനവും മാർഗനിർദ്ദേശവുമായി മാറുന്നു. ഈ ജീവിത ശൈലി ആകർഷകമാണ്. കാരണം തങ്ങളുടെ പ്രാധാന്യം ഒരു നാളും നഷ്ടപ്പെടാതെ അർത്ഥപൂർണമായ ഒരു ജീവിതം ഇവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതം അവസാനിക്കുന്നതുവരെയും നമ്മൾ പരിപാലിക്കപ്പെടുകയും തളരാതെ ഫലം കായ്ക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ നിത്യമായ പുഷ്ടി ക്രിസ്തുവിലാണ് നാം കണ്ടെത്തുന്നത്. God bless you.